അല്ലമ്മ, സുമ ചേച്ചി വരാറില്ലേ? ചേച്ചിയെ മാത്രം കണ്ടില്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് വരും. വന്നാൽ തന്നെ അമ്മയും മകനെ എന്തെങ്കിലും ഒപ്പിച്ചിട്ട് ഇവിടുന്ന് പോകും. ആ, അതെ അതെ. എന്ന് പറഞ്ഞതും പുറത്തൊരു ഹോണടി ശബ്ദം കേട്ടു. അങ്കിതയും സുമിത്രയും ആരാണെന്ന ഭാവത്തിൽ അങ്ങോട്ട് നടന്നു. ആഹാ, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, എത്തി രണ്ടും. അയ്യോ, ആരത്? എപ്പോഴെത്തിയത്? ഞാൻ ഇന്നലെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇവിടെ നിൽക്കാം, അകത്തോട്ട് കയറുന്നില്ലേ? നീ വല്ലാതെ അങ്ങോട്ട് കയറ്റണ്ട, ഞങ്ങൾക്ക് കയറാൻ അറിയാം. അങ്കിത മോളെ, ഇതെന്റെ ഒരേ ഒരു മകൻ മഹി. ഹായ് ആന്റി. ആ, മോന് വാ. വാ സുമേ, കയറ്. അമ്മേ, എന്തൊക്കെയാണ്? സുഖാണോ? സുഖാണെന്ന് ചോദിക്കുന്നില്ല, എന്നിവിടെ സുഖാണല്ലോ. നീ അങ്ങോട്ട് ഇരിക്കു സുമേ. മഹി, ഇരിക്കടാ. ആ മുത്തശ്ശി, മുത്തശ്ശിക്ക് സുഖാണോ? എനിക്ക് സുഖാന്ന് നിന്റെ അമ്മ പറഞ്ഞില്ലേ? ഓ, ഞാനൊരു സത്യല്ലേ പറഞ്ഞ എന്റെ അമ്മേ? സത്യല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സുമ. ആ, അല്ല അങ്കിതേ, എവിടെ നിന്റെ ഭർത്താവും മകളും? കണ്ടില്ല. ഏട്ടൻ ഇന്ന് അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി. മോൾ ഇവിടെ ഉണ്ട്, റൂമിലാണ്. അവള് മുറിയിലുണ്ടെന്ന് കേട്ടതും മഹി ഇരുന്നിടത്ത് നിന്ന് ഒന്ന് എണീക്കാൻ ശ്രമിച്ചു. അവിടെ ഇരിക്കടാ, വെപ്രാളം വേണ്ട, അവൾ ഇങ്ങോട്ട് തന്നെ വരും. സ്വകാര്യം എന്ന വണ്ണം അവന്റെ കാതിലായി പറഞ്ഞു. ആണോ? എന്നെ ഇങ്ങ് വിളിക്കേ, ഞങ്ങളൊന്ന് കാണട്ടെ. ആ, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ഗൗരി, ഗൗരി മോളെ എന്ന് നീട്ടി വിളിച്ചു അങ്കിത. ആഹാ, ആരാത്? പൂവൻ കൊഴിയോ? ഇത് എപ്പ എത്തി? നീ പൊടിപ്പൂച്ചേ. നീ പൊടപട്ടി എന്ന് പറഞ്ഞവൾ ഗൗരിയുടെ മുറിയിലേക്ക് വേഗത്തിൽ നടന്നു. ആ, നീ ഫ്രഷ് ആയോ? അല്ല, നീ ഇതിപ്പോ എങ്ങോട്ടാ? താഴേക്ക്. അല്ലാതെ ഇപ്പൊ എങ്ങോട്ടാ? ആ, അങ്ങോട്ട് പോകുന്നൊക്കെ കൊള്ളാം. അവിടെ ഒരു പാർട്ടി വന്നിട്ടുണ്ട്. പാർട്ടിയോ? എന്ത് പാർട്ടി? നീ എന്താ പറയുന്ന വൈകാ? എടി, താഴെ സുമ ആന്റിയും അവരുടെ മകൻ മഹിയും വന്നിട്ടുണ്ട്. ഓ, സുമ ആന്റി, ഞാൻ കേട്ടിട്ടുണ്ട്. ആ, കേട്ടാലും കണ്ടാലും ശരി, വല്ലാതെ അങ്ങോട്ട് അടുക്കണ്ട. അതെന്താ? അവ ശരിയല്ല, അതാ പറഞ്ഞ, നീ വല്ലാതെ അങ്ങോട്ട് അടുക്കണ്ടാട്ടോ. സംസാരമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും താഴേക്ക് നടന്നു. അവൾ വരുന്നത് മഹി അവളെ അടിമുടി ഒന്ന് നോക്കി. ഹായ് ഗൗരി, ഐ ആം മഹി. ഹായ്. അയ്യോ, എന്ത് ഭംഗിയാ കാണാൻ. സുന്ദരിക്കുട്ടിയാട്ടോ. കുഞ്ഞായിരിക്കുമ്പോ കാണാൻ പോലും പറ്റിയിട്ട്. ആ, അതെങ്ങനെ? ചിറക് മുളച്ചോന്ന് അറിഞ്ഞപ്പോഴേ വീട്ടുകാരൊക്കെ വേണ്ടാന്ന് വെച്ച് പോയതല്ലേ നിന്റെ അമ്മ. പിന്നെ എങ്ങനെ കാണാനാ? സുമ, മതി, നിർത്തിക്കോ. ഓ, കാറുമോളെ, നീങ്ങ, ഞാൻ കടിക്കെടുക്കാം. രണ്ടാളും കടിക്കാം. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. എന്നാ ഗൗരിയുടെ കണ്ണുകള് അവിടെ മുഴുവനും നിരീക്ഷിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ കണ്ടയാളെ ഇവിടെയൊന്നും കാണാനില്ലല്ലോ. ഇനി അയാൾ ഈ വീട്ടിലെ ആരില്ലേ? ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ ഇവിടെ കാണേണ്ടതല്ലേ? ഇവിടെ ഇല്ലല്ലോ. എന്നാ ഇതെല്ലാം സുമിത്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പാറുമോളെ, അച്ഛനെയാണോ നീ തിരക്കുന്നേ? ആ ആന്റി, ഡാഡി എവിടെ പോയി? ആ, നിന്റെ ഡാഡി വന്നത് എവിടെയാണോ അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരൂ. ഡാഡി പോയോ? ഒരാഴ്ചയോ? എന്നിട്ട് എന്താ എന്റെ അടുത്ത് പറയാന്? നീ നിന്റെ ഡാഡിയെ കോൾ ചെയ്യ, എന്നിട്ട് ചോദിക്കും. വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കട്ടെ, ഞാൻ വിളിക്കില്ല. അങ്ങനെ പതിയെ സമയം കടന്നുപോയി. പതിവില്ലാതെ നൈറ്റ് ഗൗതം നേരത്തെ എത്തിയിരുന്നു. ഗൗതം മോനെ, നീ ഇന്ന് നേരത്തെ എത്തിയോ? ആ ആന്റി, ഞാനിന്ന് നേരത്തെ ഇറങ്ങി. എടാ മോനെ, 2 പാർസൽ ഉണ്ടാകത്ത്, നീ ഒന്ന് ചെന്ന് നോക്ക്. എന്താമ്മ? ആർക്ക്? അല്ല, അമ്മ എന്താ ഉദ്ദേശിച്ചേ? വേറെ ആര്? അവര് തന്നെ, സുമയും മഹിയും വന്നിട്ടുണ്ട്. ഓഹോ, ആന്റിയും മോളും വന്നത് ഇന്നാണോ അവരറിഞ്ഞത്? അതേടാ, ആണെന്നാ വന്നപ്പോ പറഞ്ഞ. എന്തായാലും ഞാൻ ചെന്ന് ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞ് അവർ അകത്തേക്ക് നടന്നു. ഗൗതം ആദ്യം മഹിയെ നോക്കി, മഹി മെല്ലെ താഴ്ത്തി, പിന്നെ സുമയെ നോക്കി. അവർ പുച്ഛിച്ച് അവനെ നോക്കി. അവൻ കാലുകൾ മുറിയിലേക്ക് വെച്ച് പിടിച്ചു. എന്താ എന്തിനാ കടന്നു പോകുന്നേ? കാര്യം പറ, എന്തുവാ? നീ ഇതെവിടെയായിരുന്നു? അല്ല, അതൊക്കെ പോട്ടെ, ആ താഴെയുള്ള 2 എണ്ണം എപ്പോഴാ വന്നത്? ആ 2 എണ്ണോ? അത് രാവിലെ പുറപ്പെട്ടു. ആ, പിന്നെ അവനടുത്ത് വല്ലാതെ അടുക്കണ്ട, അറിയാലോ. ആ ഏട്ടാ, എനിക്കറിയാം.
പിന്നെ നിന്റെ ആ ഗൗരിയോടും കൂടി പറഞ്ഞേക്ക് വെറുതെ ഒരു പ്രശ്നത്തിനായിട്ട് അവനടുത്ത് ചെന്ന് മിണ്ടണ്ടാണ്. ആ ഏട്ടാ. അല്ല, ഇന്ന് മൺഡേ അല്ലേ, നീ എന്താ ക്ലാസ്സിലോട്ട് പോയില്ലേ ഇന്ന്? ഇല്ല ഏട്ടാ, സൂപ്പൻ ചേട്ടൻ ഗൗരിക്കും കൂടി ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ്സിലാ, അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പോകും. ഓക്കെ ശരി, നീ പൊക്കോ, ഞാൻ ചെന്ന് കുളിക്കട്ടെ. ഗൗതം കുളിക്കാൻ കയറി ഇതേ സമയം. ഇതിപ്പോ എവിടെയാണോ എന്തോ. ആ, ഇതാണോ അവളുടെ റൂം. തൽക്കാലം ഇപ്പൊ അങ്ങോട്ട് പോണ്ട, മെല്ലെ ഇരുന്ന് പോവാം. എന്ന് പറഞ്ഞ് മഹി അവിടെ നിന്നും തിരിഞ്ഞു നടന്നതും ഗൗതം, യാ, ഗൗതം തന്നെ. എന്താണ് മിസ്റ്റർ മഹിക്ക് ഇവിടെ പണി? അത് തന്നെ ചോദിക്കേട്ടാ. എന്താടാ പൂങ്കോഴി, ഞാക്ക് എവിടെ പണി? ഗൗതമിന്റെ ധൈര്യത്തിൽ വൈകിയൊന്ന് കടുപ്പിച്ച് സംസാരിച്ചു. എന്നാ ഇതെല്ലാം നമ്മുടെ ഗൗരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഏയ് ഒന്നുമില്ല ഗൗതം. ഇവിടുന്ന് പോവാൻ ഉദ്ദേശമൊന്നും ഇല്ല രണ്ടിനും? ഇല്ലേട്ടാ, ഇന്നത്തെ സ്റ്റേ ഇവിടെയാന്നാ പറയുന്നേ. പിന്നെ ഈ രാത്രി കറക്കം അതത്ര നല്ലതല്ല നിനക്ക്. അവനെ നോക്കി നിൽക്കുന്നല്ലാതെ അതിന് മറുപടി ഒന്നും പറയാൻ മഹിക്കില്ലായിരുന്നു. എന്നാ പൊന്നുമോൻ പൊക്കോ. അവൻ അവിടെ നിന്നും പെട്ടെന്ന് പോയി. എന്താ എന്താ ഇവിടെ പ്രശ്നം? നിങ്ങൾ എന്തിനാ അവൻ്റെ അടുത്ത് അങ്ങനൊക്കെ സംസാരിച്ചേ? വെറുതെ. ഓ, വെറുതെ നിങ്ങൾ ആരും കയറി എന്തും പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഓ, പൊന്നുമോക്കറിയാമല്ലോ, എന്നാ വാ പൊട്ടി മിണ്ടാതിരിക്കും. എടി, അവൻ നിന്നെ അന്വേഷിച്ചാ വന്നു. എന്നെ അന്വേഷിച്ച് വന്നാണെങ്കിൽ എന്തെങ്കിലും പറയാനായിരിക്കും. അത് കഴിഞ്ഞാൽ അവൻ അങ്ങ് പോവില്ലേ? ആ, പോവും. അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അവനങ്ങ് പോവുക തന്നെ ചെയ്യും. ഗൗരി വൈക, ടൈം കിട്ടുമ്പോൾ നിന്റെ ഗൗരിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. എടി ഗൗരി, നീ എന്തൊക്കെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു? വാട്ട്, ഏട്ടനോ? ആ, അതെന്റെ ഏട്ടനാ. അപ്പൊ നിനക്ക് അറിയില്ലേ? അത് ശരി, അപ്പൊ നിനക്ക് എന്റെ ഏട്ടനെ അറിയില്ല അല്ലേ? ഏട്ടനാണെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കാം അവളെ അടുത്ത് നിന്നും ഗൗരി അങ്ങോട്ട് മാറി നിന്നു. ഡാ മഹി, ആ, എന്താ ഗൗതം? ഡപ്പനെ, നിന്റെ രാത്രി കറക്കം നീ നിർത്തിക്കോണം. എൻ്റെ പഴയ സ്വഭാവം അടുത്ത് പുറത്തിറക്കരുത് കേട്ടോടാ. ഇനി മേലെ നിന്റെ വൃത്തിയുടെ സ്വഭാവം എടുത്ത് ഇവിടുത്തെ പെമ്പിളാരെ നേരെ വന്ന നീ വേറത്തെ എവിടെ നിന്ന് പോവില്ല. അതുകൊണ്ട് പൊന്നുമോ നേരത്തെ കാലത്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അങ്കിത, മോളെ വിളിക്കണ്ടേ? ഇന്ന് കോളേജിൽ? അത് വേണ്ട, ഞാൻ വിളിച്ചിട്ടുണ്ട്. റെഡിയാക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് വന്നേ. ആ, അപ്പോ നേരത്തെ ഒക്കെ വിളിച്ചാ അവൾ എണീക്കല്ലേ? അമ്മ, ഫുഡ് എടുത്തോ, ഞാൻ റെഡി. ആ, മോളെ റെഡി ആയോ? അങ്ങോട്ടേക്ക്, ഞാൻ ഫുഡ് എടുത്തരാം. ആ, ഇനി എന്റെ ചെറുപ്പം ഒരുങ്ങി വരുമോ എന്തോ. എന്റെ അമ്മ രാവിലെ തന്നെ എന്നെ പറ്റിയാണ്. ആടി, നിന്നെ പറ്റി തന്നെയാ. നിങ്ങൾ രണ്ടാമതിരുന്നേ, ഞാൻ ഫുഡ് എടുക്കാം. അമ്മ ഫുഡ് എടുത്തോ, വേഗം, എനിക്ക് ടൈമില്ല, പെട്ടെന്ന് പോകാം. അവൻ വന്നത് ശ്രദ്ധിക്കാതെ അവളെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് കറക്കിക്കൊണ്ടിരുന്നു. ആ ഏട്ടനെ കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഇന്നലെ നടന്ന സംഭവമാണെന്ന് ഭാഗത്ത് ഗൗരി അവളെ നോക്കി. ഗൗതമേട്ടൻ എന്റെ ഏട്ടനാന്ന് ഗൗരിക്ക് അറിയില്ലായിരുന്നു അമ്മേ. ഓ, ഇവള് നാറ്റിക്കും. ആ, അത് പിന്നെ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞില്ലല്ലോ. ആ, പറഞ്ഞില്ലേ, ഞാൻ 5 വയസ്സുള്ള കുട്ടിയെ കുറിച്ച് പറഞ്ഞോ? ആ കൊച്ചാണ് ഈ നിൽക്കുന്ന ആള്. ആ കുട്ടിയാണോ ഇയാള്? ഇയാളെന്നൊന്നും വിളിക്കല്ലേ, അവൻ നിന്റെ ഏട്ടനാണ്. ഇതോ എന്റെ ഏട്ടനോ? നടന്നെ. എന്തായാലും എന്താ നീ അങ്ങനെ പറഞ്ഞു? ഒന്നുമില്ല അമ്മ. പെട്ടെന്ന് കഴിച്ചിട്ട് രണ്ടും കോളേജിൽ പോകാൻ നോക്ക്. ചെല്ലും.